എല്ലാവർക്കും നമസ്കാരം. 2026 ജൂലൈ മാസത്തെ മകരക്കൂറുകാരുടെ ഫലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, അതായത് 2, 3, 4 പാദങ്ങളാണ്. പിന്നീട് തിരുവോണവും അവിട്ടത്തിൽ ആദ്യത്തെ 2 പാദങ്ങളാണ് മകരക്കൂറ് എന്ന് പറയുന്നത്. മകരക്കൂറിന് 2ാമത്തെ രാശിയിൽ രാഹു, 3 ശനി, 5 ചൊവ്വ, 6 സൂര്യൻ, അത് 7ാം ഭാവത്തിലേക്ക് വരും. 7ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, വ്യാഴം, അഷ്ടമത്തിൽ കേതു, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഉള്ളത്. അപ്പോൾ പൊതുവേ നമ്മൾക്ക് തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടും സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 7ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. മാസമധ്യത്തോടു കൂടിയിട്ട് സൂര്യൻ്റെ ബന്ധം, ബുധൻ, ശുക്രൻ എന്നിവയൊക്കെ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ബഹുഗ്രഹ യോഗമാണ്. ഔദ്യോഗിക രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാവുക, നമ്മുടെ ബിസിനസ് പങ്കാളിത്തങ്ങളൊക്കെ വർദ്ധിക്കുക, പുതിയ ബിസിനസ് പങ്കാളിത്തത്തോടു കൂടിയിട്ട് തുടങ്ങുക, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും കച്ചവടത്തിലൊക്കെ നല്ല ഗുണവും ലാഭവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവേ നമ്മൾ ഈ പങ്കാളിത്ത വ്യവസ്ഥിതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരവരുടെ ജാതകത്തിൽ പങ്കാളിത്ത വ്യവസ്ഥിതി പറ്റില്ല. ഇത് നക്ഷത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത്. അവരവരുടെ ജാതകത്തിൽ പങ്കാളിത്ത ബിസിനസ് അനുകൂലമല്ലാത്ത ആളുകളാണെങ്കിൽ അത്തരം ആളുകൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കുകയാണ് ഭേദം. ഒറ്റയ്ക്ക് പറ്റുന്നത് അത് മാത്രം ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കുക. അതിന് ഇതിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തിക കാര്യങ്ങളിൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ 11ാമത്തെ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളുണ്ടാവും. പക്ഷേ ധൃതി പിടിച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ പ്രേരിപ്പിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. ഓഹരി വിപണിയിലും മറ്റ് സാമ്പത്തിക ഇടപാടിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഉപദേശമൊക്കെ തേടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഇടപെടുക, അല്ലാതെ സ്വയം അതിനകത്ത് ചെന്ന് ചാടി നഷ്ടം വരുത്തരുതെന്ന് മനസ്സിലാക്കുക. പൊതുവേ ആ ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സ്ഥിരത ഉണ്ടാവുമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് ചിന്തിക്കാം. കുടുംബജീവിതത്തിലും അതുപോലെ നമ്മുടെ സൗഹൃദം, പ്രണയം മുതലായ വിഷയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ 7ാം ഭാവത്തിൽ ബഹുഗ്രഹയോഗം, വ്യാഴത്തിൻ്റെ ബന്ധമൊക്കെ നിന്നിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ കുടുംബത്തിലുണ്ടാവുക, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക. പുതിയ ബന്ധം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കൾ ഉള്ള ആളുകളുടെ സമാഗമം ഉണ്ടാവുക. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയ ബന്ധം ഉണ്ടാവാനുള്ള സാഹചര്യം, സ്നേഹിക്കുന്നവർക്ക് അതിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് അത് മാറിക്കിട്ടുക, ബന്ധം ഊഷ്മളമാവുക മുതലായ കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ പങ്കാളിയുടെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള സാഹചര്യവും സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ ഈ കല്യാണാലോചനകൾ തടസ്സം വന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഗുണമുണ്ടാവുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. പൊതുവേ മാനസികമായിട്ടൊക്കെ കുറച്ച് സന്തോഷം അനുഭവിക്കുന്ന സമയമാണ്. എന്നാലും ധൃതി പിടിച്ചിട്ടുള്ള തീരുമാനങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഹാര രീതി ശ്രദ്ധിക്കുക. ഉറക്കം മുതലായതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുക. എന്നാലും ശനിയുടെ വക്രഗതി വലിയ അപകടം ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കാം. സന്താനങ്ങളുടെയും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ദർശനം നടത്തി കാർത്തിക പൂജ ചെയ്യുകയോ പ്രാർത്ഥിച്ചിട്ട് വരികയൊക്കെ ചെയ്യുക നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ആ ദോഷത്തിന് സമാധാനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ദാമ്പത്യ വിജയത്തിനൊക്കെ ശ്രീകൃഷ്ണനെ ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെ നല്ലതാണ്. പൊതുവേ ദാമ്പത്യമായിട്ട് ഇനി അല്ലാത്ത ആളുകൾക്ക് തന്നെ നമുക്ക് പരസ്പരം എന്തെങ്കിലും ഇടർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബന്ധം നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ, അതുപോലെ ദമ്പതികളൊക്കെ തമ്മിൽ പരസ്പരമൊക്കെ 2 പേരുടെയും നക്ഷത്രവും ചേർത്തിട്ട് ഐകമത്യ സൂക്താർച്ചന ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു മാസം ആശംസിക്കുന്നു. വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.